ക്രൈസ്തവ പീഡനം ലോകരാഷ്ട്രങ്ങളുടെ കണ്ണ് കെട്ടപ്പെട്ടുവോ? ഹമാസിനു വേണ്ടി വാതോരാതെ സംസാരിക്കുന്ന ഇസ്ലാമിക രാഷ്ട്രങ്ങൾ, ഇസ്രായേൽ ക്രൂരതയ്ക്കെതിരായി ശംഖുനാദം മുഴക്കുന്നവർ, ഇസ്ലാമിക് രാഷ്ട്രങ്ങളിലുടനീളം നടമാടുന്ന ക്രൈസ്തവ വംശഹത്യകൾ കണ്ടില്ലെന്ന് നടിക്കുന്നുവോ? ലോകരാജ്യങ്ങളിൽ ഓരോ 5 നിമിഷത്തിലും ഓരോ ക്രിസ്ത്യാനി കൊല്ലപ്പെടുന്നു എന്നത് വിസ്മരിക്കാൻ വയ്യാത്ത സത്യമാണ്. തുർക്കിയുടെ പ്രസിഡന്റായ എർദോഗാൻ ഐക്യരാഷ്ട്രസഭയുടെ ആത്മാവ് ഗാസയിൽ മരിച്ചു വീണു എന്ന് അഭിപ്രായപ്പെട്ടപ്പോൾ തുർക്കിയുടെ ആശീർവാദത്തോടെ അരങ്ങേറിയ അർമേനിയൻ, ഗ്രീക്ക്, ക്രൈസ്തവ വംശഹത്യയെപ്പറ്റി ആത്മഹത്യാപരമായ നിശബ്ദത പാലിക്കുകയാണ്. മധ്യേഷ്യൻ രാജ്യങ്ങളായ അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, ചൈന, അറബ് രാജ്യങ്ങളായ ഇറാഖ്, ഇറാൻ, സിറിയ എന്നിവിടങ്ങളിൽ നടമാടുന്ന ക്രൈസ്തവ പീഡനങ്ങൾ എന്തുകൊണ്ട് അന്തർദേശീയ മാധ്യമ ശ്രദ്ധ ആകർഷിക്കുന്നില്ല എന്നത് ചിന്തനീയമാണ്. ആഫ്രിക്കൻ രാജ്യമായ നൈജീരിയ ഇന്ന് ക്രൈസ്തവ രക്തസാക്ഷികളുടെ കൊലക്കളമായി അറിയപ്പെടുന്നു. 2000 വരെ ഇസ്ലാമിക് ജിഹാദി ഗ്രൂപ്പ് നൈജീരിയയിൽ കൊന്നൊടുക്കിയ 62,000 ക്രൈസ്തവർ. ജിഹാദി ഗ്രൂപ്പുകൾ മതതീവ്രവാദം മറയാക്കി വംശഹത്യകൾ അതീവ കൗശലത്തോടെ സമർത്ഥമായി നടപ്പിലാക്കുന്നതിൻ്റെ ഉത്തമ നിദർശനമാണ്. നൈജീരിയയിലെ മനുഷ്യാവകാശ സംഘടനകൾ ഇതിനെ നിശബ്ദമായ കൂട്ടക്കൊല എന്ന് വിശേഷിപ്പിക്കുകയുണ്ടായി. ഓയിലെ സെന്റ് ഫ്രാൻസിസ് ദേവാലയത്തിൽ പ്രാർത്ഥനാനിരതരായിരുന്ന 50ഓളം വിശ്വാസികളെ ജൂൺ 2022 അതിക്രൂരമായി കൊലപ്പെടുത്തിയത് ഫെലനി തീവ്രവാദികളാണ് എന്ന് ദൃക്സാക്ഷികൾ ആണയിടുമ്പോഴും ഭരണകൂടം ഇസ്വാപ്പിനുമേൽ പഴിചാരുകയാണ്. 2009 ആദ്യമായി കൊലപാതക ആക്രമണങ്ങൾ ആരംഭിച്ച ബൊക്കോഹറാം എന്ന തീവ്രവാദ പ്രസ്ഥാനത്തിന്റെ ഉയർച്ചയാണ് ക്രിസ്ത്യാനികൾക്ക് നേരെയുള്ള അഭൂതപൂർവമായ ആക്രമണങ്ങൾക്ക് ഇരയാകുവാൻ കാരണം. ആഫ്രിക്കൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിൽ ഇസ്ലാം മതം സ്വീകരിക്കുവാൻ വിസമ്മതിച്ചതിനെ തുടർന്ന് കത്തോലിക്ക വിശ്വാസികളെ ഇസ്ലാമിക് സ്റ്റേറ്റ്സുമായി ബന്ധമുള്ള അക്രമികൾ കൊലപ്പെടുത്തി. വടക്കൻ കിബുവിൽ വെച്ച് ഇസ്ലാമിക് സ്റ്റേറ്റ് തീവ്രവാദികളുമായി ബന്ധമുള്ള ദ അലൈഡ് ഡെമോക്രാറ്റിക് ഫോഴ്സസ് എന്ന തീവ്രവാദ സംഘടനയാണ് ക്രൂരമായ ആക്രമണം അഴിച്ചുവിട്ടത്. സംഭവത്തെ ഫ്രാൻസിസ് മാർപ്പാപ്പ അപലപിക്കുകയുണ്ടായി. റാഫയിൽ ഐക്യരാഷ്ട്രസഭയുടെ ആത്മാവ് മരിച്ചു വീണു എന്ന് ആരോപിക്കുന്നവർ ലോകരാജ്യങ്ങളിലുടനീളം നടക്കുന്ന ക്രൈസ്തവ കൂട്ടക്കൊലകൾക്ക് നേരെ എന്നാണ് കണ്ണു തുറക്കുക? ബോബ് ഡിലൻ പാടിയതുപോലെ എത്ര മനുഷ്യൻ മരിച്ചാലാണ് മനുഷ്യൻ മരിച്ചുവെന്ന് അപരൻ മനസ്സിലാക്കുന്നത്? റഫയിലേക്ക് നോക്കുന്ന കണ്ണുകൾ വല്ലപ്പോഴും റഫയിലെ തീവ്രവാദികൾ കൊലപ്പെടുത്തുന്ന ക്രൈസ്തവരിലേക്കും തിരിക്കണം എന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ചിന്ത ഈ സന്ദർഭത്തിൽ വളരെ പ്രസക്തമാണ്.